പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ത്യൻ ആർമി എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണോ? എങ്കിൽ ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് യോഗ്യത വേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഏജ് 17നും 21നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതാണ് യോഗ്യത, അതായത് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ്, +2, ഗ്രാജുവേഷൻ, ഈ 3 ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇന്ത്യൻ ആർമിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ട്രേഡ്സ്മാൻ, അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടി, GD എന്ന് പറയും. ഈ 2 കാറ്റഗറിയിലേക്കാണ് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അടുത്തതാണ് +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ക്ലർക്ക്, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നീ 3 കാറ്റഗറിയിലേക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഗ്രാജുവേഷൻ ലെവലിലാണെങ്കിൽ ഓഫീസർ എൻട്രി ആണ് വരുന്നത്. അതിൽ CDS എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ IMAയിലേക്കും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത് ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാം, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതാണ് ഇതിൻ്റെ ഹൈറ്റ്. 163 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ക്ലർക്കിന് വേണ്ടത്. അതുപോലെ തന്നെ GD, ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ, ഈ 3 കാറ്റഗറിയിലേക്കും 166 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അടുത്തതാണ് ഓഫീസർ ലെവലിൽ വരുന്നത്. ഓഫീസർ ലെവലിന് എക്സാം പ്ലസ് SSB ഇൻ്റർവ്യൂ ആണ്. അതിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതിയാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പാണ് ഇത് എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പലതിലും നമുക്ക് ഒറിജിനൽ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ SSLC ബുക്ക്, അല്ലെ +2 സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും 3 ഡോക്യുമെൻ്റാണ് നമുക്ക് ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. അത് നിങ്ങൾ നേരെ അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് പോയിട്ട് അവിടുന്ന് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുകയും ഫോട്ടോ അവർ ഡയറക്റ്റായിട്ട് ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം അതിൽ എത്ര എമൗണ്ട് ആണ് എന്നുള്ളത്, ഓരോ സമയത്തും എമൗണ്ട് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. SC/ST കുട്ടികളാണെങ്കിൽ എമൗണ്ടിൻ്റെ ആവശ്യമില്ല. അവർക്ക് കഴിഞ്ഞ തവണ 250 രൂപയായിരുന്നു അപ്ലിക്കേഷൻ ഫീ വരുന്നത്. പിന്നെ അവരുടെ ചാർജ്, ഇത്രയും കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത്. ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തും ആദ്യം നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ ചെന്നിട്ട് ഏത് കാറ്റഗറിയിലാണോ നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് കൊടുക്കേണ്ടത് അതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാം. ആർമിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം വരുന്ന അടുത്ത സ്റ്റെപ്പാണ് റിട്ടേൺ എക്സാമിനേഷൻ. റിട്ടേൺ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം 1 മാസത്തിന് ശേഷം നമുക്ക് റിട്ടേൺ എക്സാമിനേഷനുള്ള ഡേറ്റ് വരുന്നതാണ്. റിട്ടേൺ എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ളത് അടുത്തൊരു വീഡിയോയിലേക്ക് പറയാം. ദെൻ റിട്ടേൺ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത ഫിസിക്കൽ ടെസ്റ്റ് വരുന്നതാണ്. ആ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് 1600 മീറ്റർ റണ്ണിങ്. ഈ 1600 മീറ്റർ റണ്ണിങ്ങിനകത്ത് 5 മിനിറ്റും 40 സെക്കൻഡാണ് ഒരു കുട്ടിക്ക് ലഭിക്കുന്നത്. അതിൽ എക്സലൻറ്റും സാറ്റിസ്ഫാക്ടറി, ഗുഡ്, സാറ്റിസ്ഫാക്ടറി എടുക്കുന്നതാണ്. അതിന് മാർക്ക് നമുക്ക് 40 മാർക്ക്, 60 മാർക്ക്, 20 മാർക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ 5:40 ഈ മിനിറ്റകത്ത് എത്തുന്ന ഒരു സെക്കൻഡ് പോലും ഓവർ ആണെങ്കിൽ ആ കുട്ടികളെ സെലക്ഷൻ ചെയ്യുന്നതല്ല. അവർ ഒരു കയറ് പിടിക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. കയറ് പിടിച്ചിട്ട് അവരെ അൺക്വാളിഫൈഡ് ചെയ്യുന്നതാണ്, അവരെ ഔട്ടാക്കും. അടുത്തതാണ് പുള്ളപ്പ്. പുള്ളപ്പിനകത്ത് 10 പുള്ളപ്പാണ് എക്സലൻ്റ് വരുന്നത്. ഇതിൽ 10, 8, 6 ഇങ്ങനെ 3 കാറ്റഗറിയിലേക്കാണ് മാർക്കിനനുസരിച്ച് മാറ്റിയിരിക്കുന്നത്. എക്സലൻറ്റ്, ഗുഡ്, സാറ്റിസ്ഫാക്ടറി. അടുത്ത ഈ 2 റണ്ണിങ് അതുപോലെ തന്നെ പുള്ളപ്പ്, ഈ പുള്ളപ്പിനും റണ്ണിങ്ങിനും മാത്രമായിരിക്കും മാർക്ക് കൊടുക്കുന്നത്. ബാക്കി ഇതിൽ വരുന്നതാണ് ബാലൻസിങ്ങും അതുപോലെ തന്നെ 9 ഫീറ്റ് ഡിച്ച്, 9 അടിയുടെ ഒരു കുഴി ചാടി കിടക്കണം. അത് ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ബാലൻസിങ് ഏകദേശം 1 മീറ്റർ 1.5 മീറ്ററിന് മേലെയുള്ളൊരു ബാലൻസിങ്ങിന് അവർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ മേലെ കൂടി നടന്നിട്ട് പോവുകയാണ്. താഴേക്ക് വീഴുകയാണെങ്കിൽ അൺക്വാളിഫൈഡ് ആവും. അതിന് സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിസിക്കൽ റണ്ണിങ് അതുപോലെ തന്നെ ഇതിൽ വരുന്നത്. പിന്നെ അതിന് ശേഷം മെഷർമെൻറ്റിലേക്ക് പോകും. അടുത്താണ് ബോഡി മെഷർമെൻറ്റ് വരുന്നത്. ഇതിൽ ഹൈറ്റ് 166 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അഥവാ കുട്ടികൾ കൂടുതലായിട്ട് റണ്ണിങ്ങിനകത്ത് സെലക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവരെ മാക്സിമം 166 എന്നുള്ളതിൽ നമ്മൾ പല റിക്രൂട്ട്മെൻറ്റിലും കണ്ടതാണ്. 167, 168 ഹൈറ്റുള്ള കുട്ടികളാണ് എടുത്തിരുന്നത്. 166 ബാലൻസിങ് ആണെങ്കിൽ അവരെ ഔട്ട് ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് വരുന്നത്. അതിൽ 80, 85, 80 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാതെ അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ വികസിപ്പിച്ചിട്ടുള്ള ചെസ്റ്റാണ് അതിൽ വേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പുള്ളപ്പ് അതുപോലെ തന്നെ പുഷപ്പ്. പുഷപ്പുമാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് വികസിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു എക്സസൈസായി വരുന്നത്.
മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. അതിൽ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തിയാണ്. അത് 6/6 ആണ് ഇത് അലൗഡ് ചെയ്യുന്നത്. ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് ഇത് അക്സെപ്റ്റ് അല്ല. അതിൻ്റെ കണ്ണിൻ്റെ ടെസ്റ്റിൽ വരുന്നതാണ് കളർ ബ്ലൈൻഡ്നെസ്. കണ്ണിൻ്റെ കാഴ്ച, അതായത് നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പേപ്പർ തരും. ഇതിനകത്ത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം ആയിരിക്കും. അത് നിങ്ങൾ വായിക്കണം. അതിൽ വായിക്കാൻ ഡൗട്ടാണെങ്കിൽ അത് റീമെഡിക്കലിലേക്ക് അയക്കുന്നതാണ്. റീമെഡിക്കൽ എന്നുള്ളത് അത് ഏത് മെഡിക്കൽ, ഇപ്പം കണ്ടേന്നല്ല, ബാക്കി ഇപ്പം നമ്മുടെ മെഡിക്കൽ വരുന്നതാണ് കൈയുടെ വളവ്, അതുപോലെ തന്നെ ടെസ്റ്റിസ് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അർഷസ്, പിന്നെ വെരിക്കോസ് വെയിന്, കാൽപാദത്തിൻ്റെ നമ്മുടെ ഫ്ലാറ്റ് ഫുട്ട്, ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് റിജക്റ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിൽ റീമെഡിക്കൽ ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും ഫിറ്റായിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. ബാക്കി മെയിനായിട്ട് വരുന്നതാണ് വേറെ ഒന്നും കൂടിയാണ് നമ്മുടെ ഈ വേർപ്പിൻ്റെത്. നല്ലവണ്ണം വേർക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ റീമെഡിക്കലിലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇങ്ങനെ 3 സ്റ്റേജുകൾ, അതായത് റിട്ടേൺ എക്സാമിനേഷൻ, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതാണ്. നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യും. അങ്ങനെ 3 സ്റ്റേജുകളിലായിട്ടാണ് ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഫിസിക്കൽ, റിട്ടേൺ, അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. റീമെഡിക്കൽ ചെയ്യപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥ ആണെങ്കിൽ അവർക്ക് 10-12 ദിവസത്തെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഫിറ്റ് ആവുകയാണെങ്കിൽ അവരും ഷോർട്ട് ലിസ്റ്റിലേക്ക്, ഫൈനൽ വരുന്നതാണ് ഷോർട്ട് ലിസ്റ്റ്. മൊത്തത്തിൽ ഓവറോൾ മാർക്ക് നോക്കിയതിന് ശേഷം, അതായത് 100 മാർക്ക് റിട്ടേൺ എക്സാമിനേഷൻ, 100 മാർക്ക് ഫിസിക്കൽ, മെഡിക്കലിന് മാർക്ക് ഉള്ളതല്ല. അപ്പോൾ ഈ 200 മാർക്കിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കുട്ടികൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ അവർക്ക് അഡ്വാൻറ്റേജ് എന്നുള്ളത് നമ്മുടെ NCC കുട്ടികളാണെങ്കിൽ അവർക്ക് NCC C ആണെങ്കിൽ 20 മാർക്ക്, B ആണെങ്കിൽ 10 മാർക്ക്, A ആണെങ്കിൽ 5 മാർക്ക്. ഈ ഒരു മാർക്കിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നതാണ്. NCC C സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് ഒരു 90% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ ആവുന്നത്. അങ്ങനെയും ഈ ഒരു 3 സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് ലാസ്റ്റിൽ ഫൈനൽ ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു കുട്ടിയെ അവർ കോൾ ലെറ്റർ അല്ലെങ്കിൽ മെയിൽ ത്രൂ അവരെ ഇൻഫർമേഷൻ ചെയ്യിപ്പിക്കും. അതിനുശേഷം അവരെ AROയിലേക്ക് വിളിച്ചുകൊണ്ട് ഏത് ദിവസമാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻഫർമേഷൻ കൊടുക്കും. ദെൻ ആ ദിവസത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഒരു പ്രൊസീജിയർ നടക്കുന്നത്. ഇതിന് കൂടുതലായിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞു വീഡിയോ, അതായത് റിട്ടേൺ എക്സാമിനേഷനുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജയ് ഹിന്ദ്.